ഫ്രീ ഫുഡിനും കള്ളിനും വെള്ളത്തിനും വേണ്ടിയാണ് പലരും ഡൽഹിയിൽ കിടന്ന് കറങ്ങുന്നത്. അവർക്ക് എന്താ വീട്ടിൽ വെള്ളവും എണ്ണാനൊന്നും കിട്ടൂലേ? എന്നാലും സമ്മതിക്കരുത് ഇത് എന്തിനുള്ളതാണെന്നുള്ളത്. വല്ലാത്തൊരു ഗതികേടുണ്ട് അവിടുത്തെ സമരം ചെയ്യുന്ന പിള്ളേരെ അവസ്ഥ ആലോചിച്ചിട്ടേ. അവിടെ സമരം ചെയ്യുന്ന അത്രയും വിദ്യാർത്ഥികളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ്. ഡാറ്റ കട്ട് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ കട്ട് ചെയ്യുക, അവിടുത്തെ ഫുഡ് വരുന്ന വഴി കട്ട് ചെയ്യുക. വല്ലാത്തൊരു ഗതികേടുണ്ട്. അതിനുശേഷം ഒരു പോലീസുകാരുടെ വീഡിയോകൾ കണ്ടോ? ഈ കുട്ടികളുടെ സമരം നിർത്തി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ, ഇല്ലെങ്കിൽ നിങ്ങളെ കീശയിലോ ബാഗിലോ എവിടെയെങ്കിലും മയക്കുമരുന്നിട്ട് നിങ്ങൾ ആ കേസ് കുടുക്കി നിങ്ങൾ അകത്താക്കുന്നു. അതിന് തൊട്ടുമ്പോൾ വേറെ പ്രസ്താവന ഇറങ്ങി. ഇതൊക്കെ ഞാൻ അടിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ട് കഴിയും, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഈ സമരം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, അമേരിക്ക ബന്ധം അണ്ടി. എന്തൊരു കഷ്ടമാണ്. സമരത്തിന് അവർ പിന്നോട്ട് പോകും നിങ്ങൾ വിചാരിക്കേണ്ട. ആ മരിച്ച അത്രയും കുട്ടികൾക്ക് നീതി കിട്ടണം. ഈ നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച ഇത് ഒരാൾ ഏറ്റെടുത്തേ മതിയാവും. വല്ലാത്തൊരു ഗതികൾ. ഇപ്പോൾ ഈ മേജർ രവി പറയുന്ന കാര്യങ്ങൾ, ആ പിള്ളേർ കള്ള് കുടിക്കാനും ഭക്ഷണം കഴിക്കാനാണ് ഇവിടുന്ന് ഫ്ലൈറ്റും ട്രെയിനും കയറി അവിടെ പോണത്. പണിക്ക് പോടാ, പണിക്ക് പോ. സോറി, ഒരു കാര്യം വിട്ടുപോയിട്ടോ. അവിടെ ഉള്ളൊരു മിത്ര മൂത്രത്തെ ഞാൻ കാണിച്ചു തരാം. 500 മന്തി എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഇങ്ങോട്ട് പാനിക കളർ ഡ്രസ് ഇട്ട്. ഒരു ബാഡ്ജോ അല്ല, നെയിമോ അല്ല. എന്താണ്? റിട്ടയർഡ് ആയതാണോ? വീട്ടിൽ കുത്തിരിക്കി പെൻഷന് കാണാൻ വന്നോളൂ. അല്ലെ അന്ധഭക്താണോ? ടാറ്റ.